നാളെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? DC ആയിരുന്നു. DC എന്ന് വെച്ചാൽ ഡയറക്റ്റ് കറണ്ട്. അതായത് നമുക്കൊരു ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട്, ഒരു സെല്ലിൽ നിന്നോ ബാറ്ററിയിൽ നിന്നോ കിട്ടുന്ന കറണ്ടാണ് എന്ത്? DC. DCയുടെ പ്രത്യേകത എന്താണ്? ടൈമിനനുസരിച്ച് വേരി ചെയ്യാത്ത കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? DC എന്ന് വിളിക്കുന്നത്. ഡയറക്റ്റ് കറണ്ട് അല്ലെ? അപ്പോൾ AC എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് ആണ്. അതായത് സമയത്തിനനുസരിച്ച് ഇതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും, കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അങ്ങനത്തെ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? AC അഥവാ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ AC നമുക്ക് വളരെ സുപരിചിതരായ ഒരാളാണ്. നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് AC ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ അപ്ലയൻസസും വർക്ക് ചെയ്യുന്നത് AC-യിലാണ്. ഓക്കെ, അപ്പൊ ഈ AC കറണ്ട് ഇല്ലേ അല്ലെങ്കിൽ AC വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? സമയത്തിനനുസരിച്ച് ഇത് വേരി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ AC-നെ ആണ് നമ്മൾ നോർമലി വീടുകളിലും ഓഫീസുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് AC ആണ് അല്ലെ? അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ ചില കാരണങ്ങളുണ്ട്. DC എന്തുകൊണ്ട് നമ്മൾ DC പ്രിഫർ ചെയ്യാതെ AC ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇതാണ്. AC-നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള വോൾട്ടേജിലേക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഈസി ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനും സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ DC അത്ര എളുപ്പമല്ല. അത് മാത്രമല്ല, പവർ ലോസ് കുറച്ച് നമുക്ക് ഒരുപാട് ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആരെ പറ്റും? AC-നെ പറ്റും. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ AC നോർമലി യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മൾ AC യൂസ് ചെയ്യുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, AC സർക്യൂട്ട്സിന്റെ ചില സ്പെഷ്യാലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്ന ചില സർക്യൂട്ടിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഒരു സർക്യൂട്ടിൽ പൊതുവായി കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില കമ്പോണൻസ് ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. അപ്പോൾ ഈ ആൾക്കാരിലൊക്കെ AC കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം.